ഗൈസ് ഇന്ന് പണിയും കഴിഞ്ഞിട്ട് വന്ന് കുറേ നേരം സ്വീറ്റ് പൊളിച്ച് കുറച്ച് ഇതുണ്ട് ഗൈസ് ഗിഫ്റ്റ്. ഇത് അളിയൻ്റെ നമ്മുടെ ഒരു ചങ്ക് അളിയൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്, ഫസ്റ്റ് ബർത്ത്ഡേ. അതിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ഡ്രസ്സാണ്. ബട്ട് ഈ സാധനം ഒരു കുറച്ച് നാൾക്ക് മുമ്പ് എനിക്കൊന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ മാസം തുടക്കത്തിൽ ഐ തിങ്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കണ്ട കുറച്ച് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പേരിൽ തന്നെ സ്വന്തമായിട്ടൊരെണ്ണം നമ്മൾ മേക്ക് ചെയ്ത് കൊടുത്തേനെ. ബട്ട് അതിനുള്ള ടൈം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സാധനം ഒരെണ്ണം അല്ലാതെ കടയിൽ നിന്ന് കഴിച്ച് ഗൈസ്. ബട്ട് നെക്സ്റ്റ് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ ഗിഫ്റ്റും കൊണ്ട് ചെന്നിട്ട് ഇത് ഞാൻ അവിടെ ചെന്നിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ അന്നേരം കാണിക്കാം. അത് ഇതിൻ്റെ ഫോട്ടോ പോലും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അനന്തപുള്ളി ഇപ്പം വണ്ടി കൊണ്ടുവരും, നേരെ പോകണം, ഗിഫ്റ്റ് എടുക്കണം, വിഷ് ചെയ്യണം, വല്ലതൊക്കെ തിന്നണം, കേക്ക് എന്നിട്ട് വരാം ഗൈസ്. പോയിട്ട് വരാം ഞാൻ. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമാണ് ചെല്ലണം. പണിക്ക് ആയതുകൊണ്ട് നമ്മൾ അതിന് പോയില്ല. 3 മണിക്ക് കണ്ടിരുന്ന കേസ് കേക്ക് കട്ടിങ് അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ലേറ്റ് ആയിട്ട് ചെല്ലാം ഗൈസ്, ലേറ്റസ്റ്റ് ആയിട്ട് ഗൈസ്. ഇവിടെ ആയിരുന്നു ചെറുക്കൻ്റെ ബർത്ത്ഡേയുടെ DA മാത്രമേ ഇവിടെ ഉള്ളൂ. ഹലോ, ഇത് ചോക്ലേറ്റ് ഇടുന്നാ നീ? ഞങ്ങൾക്ക് എനിക്കൊരു ഇച്ചിരി ഇങ്ങനെ എന്താ താങ്ക് യു. ആ ഗൈസ് കേക്ക് ഒരു ടൈപ്പ് ഇത്രയും ആളെയും കഴിച്ചോ? 2 കേക്ക് ഉണ്ടായിരുന്നു എവിടെയാ? അതിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് കേക്കൊക്കെ. ഇത് തോന്നുന്നുണ്ടല്ലേ? ഇത് ഏതെവിടെയാ? ചെറുക്കനെ കൊണ്ട് കട്ട് ചെയ്യിക്കണ്ടായിരുന്നു. അടുത്തങ്ങ് അതിനകത്ത് ചെയ്യളയാ? ഞാൻ ചെറുക്കനെ കാണിച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞു. ഇത് അവൻ എന്റെ മോന്ത ഇങ്ങനെ ഒന്ന് കാണീര്. എവനാണ് കൈ മറ്റേ ഇവനാണ് ബർത്ത്ഡേ കാരൻ. ബട്ട് ഇവൻ കിടന്ന് ഉറങ്ങി കളയും. ഇക്കിളിയാക്കി ആദ്യം പോയി കേക്കിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഷെമിനി, റെഡ് വെൽവെറ്റ് ഉണ്ട്, പിന്നെ വാനില ഉണ്ട്. കഴിച്ചിട്ട് വരാം. അവനെ ഓണത്തിൽ അവന്റെ കൊടുക്കണം. നിന്റെ തരത്തില്ല അവന്റെ. എന്നാ അവന്റെ 2 കൈ ഇങ്ങനെ ചേർത്ത് ഞാൻ ഇതിന്റെ കയ്യിലേ കൊടുക്കത്തുള്ളൂ. തള്ളി ഉണത്തട്ടെ. ഇറങ്ങ, നിന്റെ ഗിഫ്റ്റ് അതേട്ടാ. നീ എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് കാണണം. അത് നിനക്ക് ചേരൂല, അവനെ ചേരൂ. സൗണ്ട് ഉണ്ടാക്കല്ലേ കൊച്ചുണല്ലോ. എന്നിട്ട് അവന്റെ ദേഹത്തെടുത്ത് ചേർത്ത് എന്നേരം അറിയാം അവന് ചേരുമല്ലോ. ഇത് എത്ര പുതിയ ആ കടക്കാരനില്ല എന്താ കളിയാ അങ്ങനെ ചെയ്ത് വെച്ചതാ, ഞാനില്ല. ബർത്ത്ഡേക്കാരെ അവിടെ കിടന്ന് ഉറങ്ങുന്ന കേക്ക് ഗിഫ്റ്റ് വിളിക്കുന്ന വേറെ ആള്. സന്തോഷം. അതെടുത്ത് പെട്ടിക്കകത്ത് പൈസ അവിടെ കിടന്ന് ഉറങ്ങണ്ട, നമുക്ക് പിന്നെ വരും. അളയും കശിയായിരുന്നല്ലേ കഴിച്ചിട്ട് കൊള്ളാളി. സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് എന്ത് പരിപാടി? പക്ഷെ വീട്ടിൽ ഇരിക്കുമ്പോ ക്യാഷിലായിട്ട് നല്ലതല്ലേ, എനിക്ക് അടിപൊളിയാ. അങ്ങനെ അളി വിളിച്ചു, ഞാൻ ചെറുക്കന്റെ ബർത്ത്ഡേക്ക് വന്നു, ഇവനും വന്നു, ഞങ്ങളെല്ലാരും ഉണ്ട്. ശരി കേക്കൊക്കെ സമാധാനത്തിൽ കുറച്ച് ഇരുന്നിട്ടിപ്പോ പിന്നെ അളിയന്റെ വീട്ടിൽ വന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് പൊറോട്ടയും ഹോം മെയ്ഡ് ചിക്കൻ കറിയും കഴിച്ച് ഫുഡും കഴിഞ്ഞിട്ട് മാച്ച് കൂട്ടാൻ കുറച്ചു നേരം കറങ്ങി അടിച്ച് സംസാരിച്ചിട്ടൊക്കെ പറഞ്ഞു. വണ്ടി ഉണ്ടല്ലോ, വണ്ടിയുണ്ട്, സമയം പോലെ പോകാൻ മതി. അതായത് കഴിച്ചിട്ട് വെക്കാൻ മതി. ഡേയ് ഞങ്ങൾ വന്നാ നീ അറിഞ്ഞ? ഹാപ്പി ബർത്ത്ഡേ. കയ്യാടാ, ഹാപ്പി ബർത്ത്ഡേ. കളിക്ക് വരുന്നുണ്ട്. ഹാപ്പി കൈതാടാ, വിഷുടാ. ഇതാ വിഷുടാന്ന് ചെറുക്ക ഉറക്കപ്പിച്ച് എനിക്ക് വന്നിട്ടൊരു ബോധമില്ല ഇറങ്ങുന്നു. അപ്പൊ പരിപാടി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് നമുക്ക് ഇനി ഇറങ്ങാം ഗൈസ്. കുറച്ചേരം കഴിഞ്ഞിട്ട് കുറച്ചേരം തുടങ്ങി
ഗൈസ് പിന്നെ വരാം ഗൈസ്. ഇനി കുറച്ചൊക്കെ കണ്ട് അളിനോട് സംസാരിച്ചിരുന്നിട്ട് നേരെ വീട്ടിൽ പോകും. ഫുഡൊക്കെ കഴിച്ച് ആദ്യം പിന്നെ വരാം.